അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. വീരാണാം ച പരിജ്ഞാനം കൃത്വാ യാന്തുത്വരാന്വിതാം ജ്ഞാത്വാ ദൈത്യപതേസ്തസ്യാ സൈന്യസ്യ ച ബലാബലം കരിഷ്യാമി തതസ്തൂർണം യാനം വാ ദുർഗസംഗ്രഹം വിചാര്യ ഖലു കർത്തവ്യം കാര്യം ബുദ്ധിമതാ സദാ സഹസാ വിഹിതം കാര്യം ദുഃഖദം സർവഥാ ഭവേൽ തസ്മാദ് വിമൃശ്യ കർത്തവ്യം സുഖദം സർവഥാ ബുധൈ നാത്ര ഭേദവിധിർന്യായോ ദാനവേഷു ച സർവഥാ ഏകചിത്തേഷു കാര്യേസ്മിൻ തസ്മാച്ചാരാവ്രജന്തു വൈ ജ്ഞാത്വാ ബലാബലം തേഷാം പശ്ചാന്നീതിം വിചാര്യ ച വിധേയാ വിധിവത്തജ്ഞൈസ്തേഷു കാര്യപരേഷു ച അന്യഥാ വിഹിതം കാര്യം വിപരീതഫലപ്രദം സർവഥാ തദ്ഭവേന്നൂനമജ്ഞാതമൗഷധം യഥാ. വ്യാസ ഉവാച ഇതി സഞ്ചിന്യതൈ സർവൈ പ്രണിധിം കാര്യവേദിനം
പ്രേഷയാമാസ ദേവേന്ദ്ര പരിജ്ഞാനായ പാർത്ഥിവ ദൂതസ്തു ത്വരിതോ ഗത്വാ സമാഗമ്യ സുരാധിപം നിവേദയാമാസ തദാ സർവം സൈന്യബലാബലം ജ്ഞാത്വാ തദ്ബലമുദ്യോഗം തുരാഷാടതി വിസ്മിത ദേവാനചോദയത്തൂർണം സമാഹൂയ പുരോഹിതം മന്ത്രം മന്ത്രവിദാം ശ്രേഷ്ഠം ചകാര ത്രിദശേശ്വര ഉവാചാംഗിരസശ്രേഷ്ഠം സമാസീനം വരാസനേന്ദ്ര ഉവാച ഭോ ഭോ ദേവഗുരോ വിദ്വൻ കിം കർത്തവ്യം വദസ്വന സർവജ്ഞോസി സമുൽപ്പന്നേ കാര്യേ ത്വം ഗതിരദ്യന ദാനവോ മഹിഷോ നാമ മഹാവീര്യോ മദാന്വിത യോദ്ധുകാമഃ സമായാതി ബഹുഭിർദാനവൈർവൃത തത്ര പ്രതിക്രിയാ കാര്യ ത്വയാ മന്ത്രാവിദാധുനാ തേഷാം ശുക്രസ്തഥാ ത്വം മേ വിഘ്നഹർത്താസു സംയത വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം പ്രാഹ തുരാസാഹം ബൃഹസ്പതി സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 4-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആരെല്ലാം അവിടെ വീരയോദ്ധാക്കളറിഞ്ഞിടട്ടെ, ദൈത്യസേനയുടെ ബലം അറിഞ്ഞിടട്ടെ. പിന്നെ വേണ്ടതു ചെയ്തിടാം, യുദ്ധമാകാം, കോട്ട കെട്ടി സുരക്ഷിതരാവാം. പിന്നെ ആലോചിച്ചിട്ട് വേണ്ട പോലെ പ്രവർത്തിച്ചിടണം അറിവുള്ള ജനം. സാഹസത്താൽ ദുഃഖം മാത്രം വന്നിടും നൂനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതിനാൽ അറിവുള്ളവർ ആലോചിച്ചു സുഖദമാം കാര്യം ചെയ്യാം, മറ്റു വിധം ചിന്തിക്കരുത്. ദാനവന്മാർ ഒറ്റക്കെട്ടായിരിക്കും, ചാരന്മാർ പോട്ടെ ബലമറിഞ്ഞിട്ടു പിന്നെ ന്യായമായി ചെയ്യാം. ആലോചിച്ചു ബോധ്യം വന്നു ചെയ്തിടണം, ശത്രുക്കളോ ശ്രദ്ധിക്കുമ്പോൾ മറ്റെല്ലാമേ വിപരീതമാ. രോഗം അറിയാതെ മരുന്നെന്ന പോലെയാകമത്. വ്യാസം പറഞ്ഞു, ഇങ്ങനെ കാര്യവിചാരമുള്ള ദൂതനേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇങ്ങനെ കാര്യവിചാരമുള്ള ദൂതനേ ദേവേന്ദ്രൻ പറഞ്ഞയച്ചു,
ദൂതനോ അതിവേഗത്തിൽ അവിടേക്കു പോയി വന്നു. ദേവേന്ദ്രനോടായി സൈന്യബലമറിയിച്ചു. സേനകളെ പറ്റിയുള്ള വിന്യാസവും അറിഞ്ഞപ്പോൾ ശക്രനത്ഭുതം ദേവരെ പ്രോത്സാഹിപ്പിച്ചു. മന്ത്രജ്ഞരിൽ മുഖ്യനായ പുരോഹിതനെ വിളിച്ചു വിചാരം ചെയ്തു. ഉത്തമ പീഠേയിരിക്കും അദ്ദേഹത്തിനോടു ചൊല്ലി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇന്ദ്രൻ പറഞ്ഞു, ദേവഗുരു ഞങ്ങളിപ്പോൾ എന്തു ചെയ്യണം? സർവജ്ഞനാം അവിടുന്നാണിപ്പോൾ ഞങ്ങൾക്കേകാശ്രയം. മദാന്വിതൻ മഹിഷനാം അസുരശ്രേഷ്ഠൻ അനേകം ദാനവരൊത്തു യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട്. അതിനുള്ള പ്രതിവിധി അങ്ങു ചെയ്യണം. അവർക്കു ശുക്രനെ പോലെ മമ വിഘ്നം തീർത്തിടുവാൻ അവിടുന്നു മാത്രം ശക്തൻ, സംശയമില്ല. അമ്പേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, മായേ ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസ സാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 437 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങൾ ആണ് ഇന്ന് നാം ഈ ദേവ്യുപാസനയിൽ വിചാരം ചെയ്യുന്നത്. ദേവേന്ദ്രൻ തൻ്റെ അടുത്തേക്ക് വന്ന മഹിഷാസുരൻ്റെ ദൂതൻ തിരിച്ചുപോയപ്പോൾ ഇനി എന്തു ചെയ്യണം എന്ന് മറ്റു ദേവന്മാരുമായിട്ട് ആലോചിക്കുന്ന രംഗം, അതാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. വീരാണാം ച പരിജ്ഞാനം കൃത്വാ യാന്തു ത്വരാന്വിത.
ജ്ഞാത്വാ ദൈത്യപതസ്തസ്യ സൈന്യസ്യ ച ബലാബലം. ആരെല്ലാമാണ് അവരുടെ വീരന്മാര്, വീരയോദ്ധാക്കൾ എന്ന് വേഗം പോയി കണ്ടുപിടിക്കട്ടെ. ആര്? ഇവിടുന്ന് അങ്ങോട്ട് ഒരു ദൂതനെ പറഞ്ഞയക്കുക. അതേപോലെ ദൈത്യപതസ്തസ്യ, ആ ദൈത്യപതിയുടെ സൈന്യസ്യ ച ബലാബലം, ആ സേനയുടെ ബലാബലവും അറിഞ്ഞിട്ട് കരിഷ്യാമി തതസ്തൂർണം യാനം വാ ദുർഗസംഗ്രഹം. എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. യുദ്ധം വേണോ അതോ അല്ലെങ്കിൽ കോട്ട കെട്ടി സുരക്ഷിതരാവുകയാണോ നല്ലത്? അങ്ങോട്ട് നമ്മൾ പറയാറില്ലേ, അറ്റാക്ക് ചെയ്യാണോ വേണ്ടത്, തടഞ്ഞു നിർത്തുകയാണോ വേണ്ടത് എന്ന്. വിചാര്യ ഖലു കർത്തവ്യം കാര്യം ബുദ്ധിമതാ സദാ. ആലോചിച്ചിട്ട് വേണം ഏത് പ്രവൃത്തിയും ബുദ്ധിമതാ സദാ, ബുദ്ധിയുള്ള ആളുകൾ ഓരോന്ന് പ്രവർത്തിക്കാൻ. സഹസാവിഹിതം കാര്യം ദുഃഖദം സർവഥാ ഭവേത്. അതുകൊണ്ട് നമ്മൾ തിടുക്കം കാണിച്ച് സാഹസം കാണിച്ചാൽ എന്തുണ്ടാവും? അത് ദുഃഖത്തിനെ പര്യവസാനിക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. തസ്മാത് വിമൃശ്യ കർത്തവ്യം സുഖദം സർവഥാ ബുധൈഹി. ബുധന്മാര്, അറിവുള്ള ആളുകൾ, അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ട് സുഖദം കർത്തവ്യം, സുഖപ്രദമായിരിക്കുന്ന കർത്തവ്യത്തെ ചെയ്യണം. നാത്ര ഭേദവിധിന്യായോ ദാനവേഷു ച സർവഥ. ഇവിടെ മറ്റു വിധത്തിൽ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ദാനവന്മാർ ഏകചിത്തേഷു, അവരെന്താവും? ഒരേ മനസ്സുള്ള ആളുകളാവും, ഒറ്റക്കെട്ടായി നിൽക്കും. കാര്യസ്മിൻ തസ്മാച്ചാരാ വ്രജന്തുവൈ. അതുകൊണ്ട് ചാരന്മാരാദ്യം പോവട്ടെ. ജ്ഞാത്വ ബലാബലം തേഷാം പശ്ചാന്നീതിയും വിചാരിച്ച. അപ്പോൾ അവരുടെ ബലാബലം അറിഞ്ഞിട്ട് അതിന് യോജിച്ച തരത്തിൽ അതിന് ന്യായമായിട്ടുള്ളത് എന്തെന്നാലോചിച്ച് വിധേയാ വിധിവത്തജ്ഞൈസ്തേഷു കാര്യപരേഷു ച, ബോധ്യം വന്നിട്ട് യഥാവിധി പ്രവർത്തിക്കണം. പ്രത്യേകിച്ചും ശത്രുക്കളെ വലിയ ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ അല്ലേ, ആ സമയത്ത് മറ്റൊരു തരത്തിൽ പ്രവർത്തിച്ചാൽ അന്യഥാവിഹിതം കാര്യം വിപരീത ഫലപ്രദം. നമ്മൾ ജയിക്കാൻ വേണ്ടി ചെയ്യുന്നത് നേരെ വിപരീതമായിട്ട് നമ്മുടെ തോൽവിക്ക് കാരണമാവും. സർവഥാ തദ് ഭവേന്നൂനം അജ്ഞാതം ഔഷധം യഥ. ഏതുപോലെ രോഗമറിയാതെ, അവരുടെ ബലമറിയാതെ നമ്മൾ ചെയ്താൽ രോഗമറിയാതെ മരുന്ന് കൊടുക്കുന്നത് പോലെയാവും. അപ്പോൾ മരുന്ന് ഫലിക്കില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യും. വേദവ്യാസൻ ജനമേജയനോട് പറയുകയാണ്, ഇതി സഞ്ചിന്യ തൈ സർവേ പ്രണിധിം കാര്യവേദിനം. ഇങ്ങനെ എല്ലാവരും കൂടി നിശ്ചയിച്ചതുകൊണ്ട് കാര്യവിചാരം ചെയ്യാൻ കഴിവുള്ള ഒരു ദൂതനെ പ്രേഷയാമാസ ദേവേന്ദ്ര പരിജ്ഞാനായ പാർത്ഥിവ. പരിജ്ഞാനായ, വിവരമറിയാൻ വേണ്ടി കഴിവുള്ള, കാര്യഗൗരവമുള്ള, കാര്യവിചാരമുള്ള ഒരു ദൂതനെ ദേവേന്ദ്രൻ പറഞ്ഞയച്ചു. ദൂതനോ ദൂതസ്തു ത്വരിതോ ഗത്വ. ദൂതൻ വളരെ വേഗത്തിൽ പോയി സമാഗമ്യ സുരാധിപം. അവിടെ തിരികെ വന്ന് ആ ദേവേന്ദ്രനെ നിവേദയാമാസ തഥാ സർവം സൈന്യബലാബലം. സൈന്യങ്ങളുടെ ബലാബലത്തെക്കുറിച്ച് മുഴുവൻ വേണ്ടതുപോലെ ദേവേന്ദ്രനെ അറിയിച്ചു. ജ്ഞാത്വാ തദ് ബലമുദ്യോഗം തുരാഷാടാതി വിസ്മിത. ഇവിടെ ഇത് കേട്ടോ ദേവേന്ദ്രൻ അവരുടെ സൈന്യത്തെക്കുറിച്ചും സൈന്യവിന്യാസത്തെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ ബലാബലത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. ദേവാനാചോദയൽ തൂർണം സമാഹൂയ പുരോഹിതം. അദ്ദേഹം ദേവന്മാരെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചു. എന്തിനാ? യുദ്ധം വേണ്ടി വരും, ഇനി എന്തു വേണം, യുദ്ധം ചെയ്യണോ എന്നുള്ളത് പുരോഹിതനോട്, ദേവഗുരുവിനോട് ചോദിക്കുക. മന്ത്രജ്ഞന്മാരിൽ മുഖ്യനായ മന്ത്രവിദാം ശ്രേഷ്ഠം ചകാര ത്രിദശേശ്വരൻ, 3 ദശകളുള്ളവരുടെ ഈശ്വരൻ. 3 ദശ ഏതൊക്കെയാ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമില്ല. അതുകൊണ്ടാണ് ദേവന്മാരെ ത്രിദശന്മാർ എന്ന് പറയുന്നത്. അവരെ വിളിച്ചു വരുത്തി ആ മഹാരാജാവ് അല്ലെങ്കിൽ ദേവേന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയെ വിളിച്ചു. ഉവാചാങ്കിരസ ശ്രേഷ്ഠം സമാസീനം വരാസനെ. ഏറ്റവും ശ്രേഷ്ഠമായ പീഠത്തിൽ വരാസനെ ഉപവിഷ്ടനായ അദ്ദേഹത്തോട് ദേവേന്ദ്രൻ ചോദിച്ചു. ഇന്ദ്ര ഉവാച.
ഭോ ഭോ ദേവഗുരോ വിദ്വൻ കിം കർത്തവ്യം വദസ്വനാം. ഹേ എല്ലാം അറിയുന്ന ദേവഗുരു, ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും. സർവജ്ഞോസി സമുൽപ്പന്നേ കാര്യേ ത്വം ഗതിരദ്യന ദാനവോ മഹിഷോ നാമ മഹാവീര്യോ മദാന്യുത യോദ്ധുകാമ സമായാതി. അങ്ങ് എല്ലാം അറിയുന്ന ആളാണല്ലോ, സർവജ്ഞനാണല്ലോ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അങ്ങ് മാത്രമാണ് ആശ്രയം. കാര്യത്വം ന ഗതി അദ്യ. ഞങ്ങളുടെ ഗതി, ഞങ്ങളുടെ ആശ്രയം അങ്ങ് മാത്രമാണ്. കാരണം മഹാവീര്യവാനും വലിയ മതം കൊണ്ട് ഗർവിഷ്ഠനുമായിരിക്കുന്ന മഹിഷൻ എന്ന ദാനവൻ, ഒരു അസുരൻ, അവൻ യോദ്ധുകാമസമായാതി, യുദ്ധം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. എങ്ങനെ? ബഹുഭിർ ദാനവൈർവൃത, കുറേ ദാനവന്മാരോടുകൂടി ഇങ്ങോട്ട് വരുന്നു. തത്ര പ്രതിക്രിയാകാര്യ ത്വയാ മന്ത്രവിദാധുന. അപ്പോൾ അതിന് എന്ത് പ്രതിക്രിയ ചെയ്യണം, എന്ത് പ്രതിവിധി ചെയ്യണം എന്ന് മന്ത്രജ്ഞനായിരിക്കുന്ന അങ്ങ് ഉടനെ തന്നെ പറഞ്ഞു തരണം. ഞങ്ങളിനി എന്തു ചെയ്യണം? തേഷാം ശുക്രസ്തഥാ ത്വം മേ. അവർക്ക് ശുക്രാചാര്യൻ എങ്ങനെയാണോ, അസുരഗുരുവാണ് ശുക്രാചാര്യൻ, അവർക്ക് എങ്ങനെയാണോ ശുക്രാചാര്യൻ, അതേപോലെയാണ് ഞങ്ങൾക്ക് ദേവന്മാർക്ക്, പ്രത്യേകിച്ച് എനിക്ക് അങ്ങ്. വിഘ്നഹർത്താസു സംയത. ഞങ്ങളുടെയൊക്കെ വിഘ്നങ്ങൾ ഇല്ലാതെയാക്കാൻ അങ്ങയ്ക്കാണ് ശക്തിയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് അല്ലയോ ദേവഗുരു ഞങ്ങളോട് ആജ്ഞാപിച്ചാലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. വ്യാസം പറയണു, തച്ഛ്രുത്വാ വചനം പ്രാഹ തുരാസാഹം ബൃഹസ്പതി. ആ വാക്ക് കേട്ട് ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി, വ്യാഴാചാര്യൻ ദേവേന്ദ്രനോട് പറഞ്ഞു എന്നുള്ളതാണ്. ആ 25-ാമത്തെ ശ്ലോകത്തിൻ്റെ പകുതിയിലാണ് വേദവ്യാസൻ്റെ വാക്ക് ആരംഭിക്കുക, അല്ലേ? പൂർവാർത്ഥം ദേവേന്ദ്രൻ്റെ വാക്കും അതിനുശേഷം ഉത്തരാർത്ഥം വേദവ്യാസൻ്റെ വാക്കുമാണ്. അപ്പം അങ്ങനെയുള്ള 25-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കണു. നാളെ ഗുരുവിൻ്റെ വാക്കുകളോടെ നമുക്ക് ആരംഭിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.